حكم يا عفو يا منتقم يا ملك الملك الله. ഇർഫാനിയ ദഅ്വാ സംഘം വന്ധ്യ ശൈഖുനായെക്കുറിച്ച് കേട്ടറിഞ്ഞതിനേക്കാളേറെ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു പിന്നീട് സ്ഥാപന മുഹിബുകളായി മാറിയത്. അവർക്കെല്ലാം ഒന്നായി ദീനീ രംഗത്ത് പ്രവർത്തിക്കാനുള്ള സാധാരണക്കാരുടെ അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്നാണ് ഇർഫാനിയ ദഅ്വാ സംഘം ശൈഖുനയുടെ നിർദ്ദേശത്താൽ പിറവികൊള്ളുന്നത്. സമസ്തയുടെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും അനുയായികൾ എന്നതിലുപരി മഹാത്മാക്കളോടുള്ള അകമറിഞ്ഞ സ്നേഹമാണതിലെ അകക്കാമ്പ്. ഇത് സമ്മേളന നഗരി. കീഴടക്കലിന്റെ വിജയമോതുന്ന ഈ വിശുദ്ധ നഗരി മഹാനായ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശുദ്ധ നാമധേയത്തിൽ വാർഷിക സമ്മേളനത്തിനായി ഒഴുകിയെത്തുന്ന ജനസഹസ്രത്തെ ഒതുക്കിയും ഒരുക്കിയും നിർത്തുന്ന മഹാനഗരി. വളരെയധികം ഒരത്ഭുതം, ആനന്ദം, എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനുഭൂതിയാണ് ഈ പരിപാടിയിൽ ഞാൻ ആദ്യമായി സംബന്ധിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ആത്മീകമായ ഒരു അടുക്കും ചിട്ടയും ആരും ഇതൊരു പതാക ഉയർത്തുന്ന ഒരു തുടക്കത്തിൻ്റെ ഒരു പരിപാടിയാണെന്ന് ആരും പറയില്ല. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അറബിക് കോളേജുകളുണ്ട്. ഞാൻ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൻ്റെ തുടക്കം മുതലേ ഉള്ള ആളാണ്. 36ാം വാർഷികമാണ് കഴിഞ്ഞത്, 12ാം സന്നദ്ധ സമ്മേളനമാണ്. ഇവിടെ 13ആണ്, പക്ഷേ നന്ദി ദാറുസ്സലാമിൻ്റെ 12 സന്നദ്ധ സമ്മേളനങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. 3 വർഷം കൂടുമ്പോഴാണ് അവിടെ ഒരു സന്നദ്ധ സമ്മേളനം നടത്താറുള്ളത്. അതുകൊണ്ട് 36ാം വാർഷികത്തിൽ 12 സന്നദ്ധ സമ്മേളനം. പക്ഷേ 12 സന്നദ്ധ സമ്മേളനത്തിൻ്റെയും ഈ പതാക ഉയർത്തൽ ചടങ്ങിനൊക്കെ ഞാൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അനുഭൂതി, ഈ ഒരു പ്രത്യേകമായ ഒരു ആത്മീകമായ ഐശ്വര്യം ഞാൻ ഇന്ന് ആദ്യമാണ് എനിക്ക് അനുഭവവേദ്യമാകുന്നത്. അല്ലാഹു തആല ഈ സംഗമം, ഈ തുടക്കം അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ഒരു സംഗമമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇർഫാനിയയുടെ വാർഷികത്തിലെ ഹർഷപുളകിതമായ ഓരോ സനദ് ദാനത്തിലും സമസ്തയുടെ സമുന്നതരായ പണ്ഡിതരുടെ ആശീർവാദത്തിനും ദുആക്കു വേണ്ടിയും സാക്ഷിയായ നഗരി. ചപ്പാരപ്പുഴവിൻ്റെ ഭാവി. ചപ്പാരപ്പുഴ പഴയ കാലഘട്ടത്തിൽ തന്നെ ഇൽമിൻ്റെ ഒരു നാടായിരുന്നു. ഇർഫാനിയെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഇർഫാനിയ അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ ഇന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നത് പോലെയല്ല. ഇർഫാനിയ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ, പഴയ പാരമ്പര്യം നിലനിർത്തുക എന്ന് പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ കിതാബുകൾ തന്നെ ദർസ് നടത്താനുള്ള ഒരു പ്രത്യേക സാഹചര്യം. കരുവാരക്കുണ്ട് KK അബൂബക്കർ ഉസ്താദ് ഈ സ്ഥാപനത്തിലെ വേഷവും അച്ചടക്കവും കണ്ട് കൈ ഉയർത്തി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്ത ഈ വിശുദ്ധ നഗരി എത്രയോ അകക്കണ്ടുള്ളവർക്ക് ആനന്ദമേകിയ രാത്രികളെ സമ്മാനിച്ചതാണ്. ഇന്ന് ഇർഫാനിയയുടെ പ്രശസ്തി വാനോളം ഉയരുകയാണ്. ആശിഖീങ്ങൾക്ക് ആശയേകി ഉയർന്നുവരുന്ന മൗലാസൗദം ഹിഫ്ദുൽ ഖുർആൻ കോളേജ് മഖാം ഷരീഫിനടുത്ത് തല ഉയർത്തി നിൽക്കുന്നു. ഇവിടെ അന്തിയുറങ്ങുന്ന മഹാത്മാവിൻ്റെ കറാമത്തുകൾ അനുഭവിച്ചറിഞ്ഞ ഇന്നാട്ടുകാർക്ക് നാടും നാമവും വ്യക്തമാക്കി കൊടുത്തത് ശൈഖുനയാണ്. ഇനി ഇവിടം വെളിച്ചത്താൽ ദീപ്തമാകുകയാണ്. മനുഷ്യനിലെ അകവെളിച്ചത്തെ ഊതിക്കത്തിച്ച് നമുക്ക് മുന്നിൽ പ്രകാശത്തിൻ്റെ സുന്ദര ഗേഹങ്ങൾ സമർപ്പിക്കുമ്പോഴും അന്ധതയുടെ ആലസ്യത്തിൽ നിന്നുണരാൻ നമുക്കാവണം. ഇന്ന് ഇർഫാനിയയുടെ കീഴിൽ നിരവധി അറബിക് കോളേജുകൾ, ദർസുകൾ,
പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആശിഖീങ്ങൾ. മശായിഖന്മാരുടെ മധുരമന്ത്രങ്ങൾ അതരങ്ങളുരുവിടുന്ന ഇവർക്കു മുന്നിൽ ശൈഖുന സൂര്യശോഭ പോലെ പ്രകാശിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെയും അസൂയപ്പെടലിൻ്റെയും മീസാൻ കല്ലുകൾ നാട്ടിയവർക്കു മുന്നിൽ വെളിച്ചത്തിൻ്റെ വാതായനം മലർക്കെ തുറന്നിടുകയാണ് ഈ ജാമിയ ഇർഫാനിയ. شكرا يا